ഇവിടെ അടുക്കള പൊളിച്ചിട്ടേക്കാണ് പിന്നെ അടക്കം ചെയ്യുന്നത്. കഴിച്ചേരയിൽ അടക്കം ചെയ്യുന്നത്. അടുക്കള പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഓരോരുത്തർ വീടിൻ്റെ മുറ്റത്താണ് അടക്കം ചെയ്തിട്ടുള്ളത്. അടുക്കള പൊളിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഭവനത്തിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരെ പിന്നെ അടയ്ക്ക അടുത്ത് തന്നെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുക. പിന്നെ വിഷമങ്ങളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറെ എവിടെ ഞങ്ങൾക്ക് അതിനുള്ള ഇതില്ലല്ലോ. അടുക്കളൻ്റെ അടുത്ത് തന്നെ ഭക്ഷണം വെച്ച് കഴിക്കലും അടയ്ക്ക സൈഡിൽ തന്നെ ഭക്ഷണം വെച്ച് കഴിക്കലൊക്കെയാണ്. ഈ മുറ്റം നിങ്ങൾക്ക് ഇല്ല ശരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ മുറ്റമില്ല. മുറ്റത്തൊക്കെയാണ് ഈ അടക്കിയത്. ഇവിടെ ഒരു പിന്നെ നമുക്കൊരു വീട് വെക്കണമെങ്കിൽ തന്നെ ഇപ്പൊ സർക്കാർ ഇപ്പം തന്നാൽ തന്നെ ഒരു വീട് വെക്കാൻ തന്നെ അവിടെ പുതുതായിട്ടൊരു വീട് വെക്കാൻ തന്നെ സ്ഥലമില്ല. അവിടെയാണ് അടക്കിയത്. ഇതിപ്പോ നിലവിലൊരു എത്ര ബോഡി ഇവിടെ വെച്ചിട്ടുണ്ടാവും ശരിക്കും? 100-100 അടുത്ത് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ശവങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വീടുകളിലെല്ലാം ശവങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുന്നത് കൊണ്ട് കുട്ടികളെ ആരും ഇങ്ങോട്ട് വിടാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ കോളനി കുട്ടികളും ആരും ഇല്ല വരാൻ. പുറത്തുനിന്ന് വരുന്ന കുട്ടികളെല്ലാം ഇങ്ങോട്ട് വരേണ്ട കുട്ടികളെല്ലാം മറ്റുള്ള അംഗൻവാടിയിലേക്ക് പോവുകയാണ്. കോളനിയിലായതുകൊണ്ട് പിന്നെ അവർ ഞങ്ങളോട് ചോദിക്കുന്ന ഇവിടെ എല്ലാം മരിച്ചു കിടക്കുന്ന ശവങ്ങളെല്ലാം അത് ചവിട്ടി വേണ്ട, ഞങ്ങൾക്ക് നടക്കാനായിട്ട് ഞങ്ങൾക്ക് പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് വന്ന് പറയും. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ബാക്കിയുള്ള ഈ ബോഡിയിൽ നിന്നുള്ള ദ്രാവകങ്ങളും കിണർ വെള്ളത്തിൽ വരാനുള്ള സാഹചര്യം അതൊക്കെ ഉണ്ട്. മഴക്കാലമാകുമ്പോ പിന്നെ ഇവിടുന്ന് ഇത്രയല്ലേ ഉള്ളൂ ആകെ, അതുകൊണ്ട് കിണറ്റിലോട്ട് അതെല്ലാം പോകും. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കിണറ്റിൽ കാണുന്ന? പിന്നെ ഈ മഞ്ഞ നിറത്തിലുള്ള ഇതൊക്കെ കാണാം. പിന്നെ ഈ കരിമ്പനടിച്ച ഇതിലേക്ക് കാണപ്പെടുന്നുണ്ട്. മറ്റേ നെയ്യും ബാക്കിയുള്ള ശരീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ മരിച്ചവരെ അടക്കിയവരെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ രാത്രിയായാലും പകലായാലും നടക്കേണ്ടതൊക്കെ. നമുക്കിപ്പോൾ പിന്നെ കുട്ടികൾക്ക് കളിക്കണം തന്നെ ഉണ്ടായാലും മരിച്ചവരെ ഇടയ്ക്ക് പോയി അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ലല്ലോ. സ്ഥലമില്ലാത്ത കൊണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ അടക്കണം. ഏതായാലും മരിച്ച ആളെ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ. അതുകൊണ്ട് സൈഡിന് എവിടെ അടുക്കളയായാലും അടുക്കള, അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ പുറകുവശത്തായാലും അവിടെ എവിടെയും അടക്കണമല്ലോ മരിച്ച ആളെ. അതിനുവേണ്ടി നമ്മൾ സ്ഥലം കണ്ടെത്തും. തങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും മാരകരോഗം ബാധിച്ചും പ്രായമായും മരിക്കരുതേ എന്നാണ് കേളകം വാളുമുക്കുന്നതിയിലെ ആളുകളുടെ പ്രാർത്ഥന. കാരണം ആരെങ്കിലും മരിച്ചാൽ ഇവർക്ക് അടുക്കള പൊളിക്കേണ്ടി വരും മൃതദേഹം അടക്കം ചെയ്യാൻ. 80 സെന്റ് സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്ന 15 കുടുംബങ്ങൾക്ക് ചുറ്റിലും തൊട്ടടുത്തുള്ള അങ്കണവാടിക്കരികിലുമായി 100-ലേറെ മൃതദേഹങ്ങളാണ് അടക്കം ചെയ്തിരിക്കുന്നത്. പേടികൊണ്ട് കുട്ടികളാരും അങ്കണവാടിയിലേക്ക് ഇപ്പോൾ വരാറുമില്ല. ഇവിടെ അടുക്കള പൊളിച്ചിട്ടേക്കാണ് പിന്നെ അടക്കം ചെയ്യുന്നത്. കഴിച്ചേരയിൽ അടക്കം ചെയ്യുന്നത്. അടുക്കള പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഓരോരുത്തർ വീടിൻ്റെ മുറ്റത്താണ് അടക്കം ചെയ്തിട്ടുള്ളത്. അടുക്കള പൊളിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഭവനത്തിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം എത്ര കുടുംബങ്ങളുണ്ട്? ഒരു 10-15 കുടുംബങ്ങളുണ്ട്. 15 കുടുംബങ്ങൾ ഏതാണ്ട് എത്ര അംഗങ്ങൾ വരും ശരിക്കും? ഒരു വീട്ടിൽ തന്നെ കല്യാണം കഴിച്ച 3-4 കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഈ 15 കുടുംബങ്ങളുടെ ഇടയിലാണ് ഈ ബോഡികൾ കംപ്ലീറ്റ് അടക്കം ചെയ്യുന്നത്. അതെ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ഒരു ഭീഷണിയൊക്കെ നിലവിലില്ലേ? ഉണ്ട്. അതെ. ഇവിടെ ഇപ്പോ നിലവിൽ നമ്മളൊരു ഈ 15 കുടുംബങ്ങൾ എന്ന് പറഞ്ഞു. ഈ 15 കുടുംബങ്ങൾ ഏതാണ്ട് ഒരു എത്ര സെന്റ് സ്ഥലത്തായിരിക്കും ഇവിടെ താമസിക്കുന്നത്? ഇവിടെ മൊത്തത്തിൽ ഒരു 80 സെന്റ് സ്ഥലം അങ്ങനെയാണ് ഒരു കണക്കുള്ളത്. അങ്ങനെ സ്ഥലം പണ്ട് മൂപ്പന്മാരെ പേർപ്പിലൊക്കെയാണ് ഇതുള്ളത്. ഈ 15 കുടുംബങ്ങൾക്കാകെ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിപ്പോ നിലവിലൊരു എത്ര ബോഡി ഇവിടെ വെച്ചിട്ടുണ്ടാവും ശരിക്കും? 100-100 അടുത്ത് ചെയ്തിട്ടുണ്ടാവും. 100 സംസ്കാരങ്ങളോട് നടന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ അത് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് അടക്കം ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ജനിക്കത്തുമ്പോൾ മുമ്പ് തന്നെ അടക്കം ചെയ്തവരൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഏറ്റവും ഹൃദയഭേദകമായൊരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. അതെ. ശരിക്കും അടുക്കള പൊളിച്ച് നിങ്ങൾക്ക് ഒരു മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതെ. അത് എന്താണ് ഇത് സംഭവം? എന്താണ് അതൊന്ന് പറയാമോ? സംഭവം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നമുക്ക് മഷാനുള്ള ഈ മരിച്ചവരെ അടക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. നമുക്ക് പൊതുവായിട്ട് ഞങ്ങൾക്കില്ല. പുറത്ത് അതിനുള്ള സ്ഥലങ്ങൾ സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അതിൻ്റെ ആയിട്ടുള്ള പരിമിതികൾ ഉണ്ട് ഞങ്ങൾക്ക്. കഴിഞ്ഞിടെ മരിച്ച വാച്ചർ എന്ന് പറഞ്ഞ ലക്ഷ്മണന്റെ സംസ്കാരം ഇവിടെയാണ് ചെയ്തത്. അദ്ദേഹം പ്രായമായിട്ട് മരിച്ചതാണോ? പ്രായമായിട്ട് തന്നെ മരിച്ചത്.
ഇത് ശരിക്കും വീടും അടുക്കളയും തമ്മിൽ അല്ല അടുക്കളയും ശവകുടീരും തമ്മിൽ വലിയ ദൂരം ഇല്ല, ഒരു മീറ്റർ പോലും ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടുക്കളയിൽ ഉൾപ്പെടെ അടക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികപരമായ പ്രശ്നം എന്തൊക്കെയാണ്? മാനസികപരമായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ സ്ഥലമില്ലാത്ത കൊണ്ട് വീടിന്റെ അടുത്ത് തന്നെ അടക്കണം. ഏതായാലും മരിച്ച ആളെ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ. അതുകൊണ്ട് സൈഡിന് എവിടെ അടുക്കളയായാലും അടുക്കള, അല്ലെ പിന്നെ വീടിന്റെ പുറകുവശത്തായാലും അവിടെ എവിടെയെങ്കിലും അടക്കണല്ലോ മരിച്ച ആളെ. അതിനുവേണ്ടി നമ്മൾ സ്ഥലം കണ്ടെത്തും. വീടിന്റെ മുറ്റത്ത് വരെ അടക്കിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊരു എനിക്ക് തോന്നുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലേ മൃതശരീരങ്ങളാണ് ചുറ്റുമുള്ളത്. അപ്പം പല വിധത്തിലുള്ള രോഗങ്ങളും ഒക്കെ വരാനുള്ള ഒരു സാഹചര്യവും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പല രോഗങ്ങൾ, മഞ്ഞപ്പിത്തായാലും കൊളറ, വൈറസ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. കിണർ ഇവിടെ അടുത്ത് തന്നെയാണുള്ളത്, ചുറ്റുവട്ടം. ആളുകൾ മരിക്കുന്ന സമയത്തും നിങ്ങൾ അധികാരികളെ ബന്ധപ്പെടുകയും മൃതശരീരം സംസ്കരിക്കാനുള്ള സഹായം ചെയ്തു തരണം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, കലക്ടറിന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അധികാരികളോ പഞ്ചായത്തുകാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട്, അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനുള്ള ഒരു പരിഗണന വന്നിട്ടില്ല അവരിൽ നിന്ന്. അവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടെത്തിയില്ല. അത് ഇതിപ്പം ലാസ്റ്റ് ഈ ചേട്ടൻ മരിച്ചിട്ട് എത്ര നാളായി? 2025 അവസാനം ആയപ്പോഴാണ് മരിച്ചത്. ഏതാണ്ട് ഒരു 2 മാസം ആവുന്നതേ ഉള്ളൂ. 2 മാസം ആയിട്ടില്ല. ഒരു മാസം. നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഇതിന് ശേഷം ഇതിപ്പം അടുത്തയാൾ ഇപ്പം മരിച്ചു, ഇപ്പൊ ഈ ഉന്നതിയിലെ അടുത്തയാൾ മരിക്കുന്ന സമയത്ത് മൃതദേഹങ്ങൾ വെക്കാൻ ഒരാളുടെ മൃതദേഹത്തിന്റെ മുകളിൽ തന്നെ മറ്റൊരാളുടെ മൃതദേഹം അടക്കേണ്ടി വരുന്ന സംഭവം ഇതൊക്കെ ഇല്ലേ? അതെ. അതെങ്ങനെയാണ് ശരിക്കും? അതിന്റെ തൊട്ടടുത്ത് തന്നെ അടക്കം ചെയ്യാം. തൊട്ടടുത്ത് തന്നെ അടക്കം ചെയ്യാം. അല്ലെ പിന്നെ അതിനുള്ള സ്ഥലങ്ങളില്ലല്ലോ നമുക്ക്, ആകെ ഇത്രയല്ലേ ഉള്ളൂ, വേറെ സ്ഥലമില്ല. അതുകൊണ്ട് തൊട്ടടുത്തൊക്കെ അടക്കം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ആളുകൾ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സാംക്രമിക രോഗങ്ങൾ വന്ന് മരിക്കുന്നവരൊക്കെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത്? ശരിക്കും പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വന്ന് മരിക്കുന്നവരെ ഒക്കെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത്? അത് ഇവിടെ തന്നെ ഞങ്ങൾ അടക്കം ചെയ്യും. ഇവിടെ തന്നെ അടക്കം ചെയ്യാണ്. എവിടെ കൊണ്ടുപോകാൻ സ്ഥലം ഇല്ലല്ലോ ഞങ്ങൾക്ക്, ഇവിടെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യും. അപ്പൊ ശരിക്കും ഈ കുട്ടികൾക്കാണേലും ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കാണേലും ഒരു ഭയത്തിനൊക്കെ ഒരു ആശങ്കയുണ്ടല്ലോ അല്ലേ? അങ്ങനെയുള്ള പേടികളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ടോ? ഭീതി പരത്തുന്ന ഒരു ഇതുണ്ട് അല്ലേ? വീട്ടമ്മമാരുടെ ഒരു വിഷമമൊക്കെ എങ്ങനെയാണ്? വീട്ടമ്മമാരാണല്ലോ തൊട്ടടുത്ത് നിന്ന് പാചകമൊക്കെ ചെയ്യുന്നത് ശരിക്കും. അവര് ഇതല്ലേ കണ്ടോണ്ടല്ലേ ചെയ്യേണ്ടത്, തൊട്ടടുത്ത് തന്നെയാണ് ഇതെല്ലാം കണ്ടോണ്ട് ചെയ്യണ്ടേ. പിന്നെ പിന്നെ നമുക്ക് ഭക്ഷണം വെക്കാതിരിക്കാൻ പറ്റാത്തില്ലല്ലോ, നമുക്ക് ഇത് ഉള്ള കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കണ്ട. അതുകൊണ്ട് നമ്മൾ ചെയ്യും. ചേട്ടാ ഇവിടെയൊക്കെ അടക്കിയിട്ടുണ്ടല്ലേ? ഇവിടെ എല്ലാം അടക്കിയിട്ടുണ്ട്. ഇത് ഒരു അടക്കാണ്. പിന്നെ വേറെ എവിടെയാ ഉള്ളത്? വേറെ അപ്പുറത്തുണ്ട്. പിന്നെ അത് അവിടെ ഉണ്ട്. അത് ആ കാണുന്ന അടക്ക തന്നെയാണ്. അത് കാണുന്ന അടക്കാണ്. പിന്നെ ഈ അംഗൻവാടിയുടെ വെക്കിലുണ്ട്, ഇവിടെ സൈഡിനുണ്ട്. അംഗൻവാടിയുടെ പുറകിലുണ്ട്. അപ്പം മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ മൃതദേഹം അധികാരികളെ അറിയിക്കുന്ന സമയത്ത് അവർ എവിടെയാണ് അടക്കുന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ സാധാരണ? അന്വേഷിക്കാറുണ്ടോ? അന്വേഷിക്കാറുണ്ട്, പക്ഷെ വേറെ നമുക്ക് സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അധികാരികൾ സജഷൻ വെക്കാറുണ്ടോ നമുക്കത് മറ്റേ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാം, അങ്ങനെ ഒരു സജഷൻ ഒന്നും വരാറില്ല എന്ന് പറഞ്ഞ് ഇതുവരെ അധികാരികളിൽ നിന്നും അതിനുള്ള അംഗീകാരം വന്നിട്ടില്ല. അംഗീകാരം ഒന്നും വന്നിട്ടില്ല. ഇവിടെ അടക്കണമെന്ന്, എവിടേക്ക് അടക്കണമെന്ന് അവര് അതിനെ കുറിച്ചൊന്നും പറയത്തില്ല. ഞങ്ങളിവിടെ അടക്കും, ഞങ്ങളുടെ വീട്ടുമുറ്റത്തായാലും. സ്ഥലമില്ലല്ലോ നമുക്ക്, വേറെ മശാന ഉള്ള സ്ഥലമൊന്നും സർക്കാരിൽ നിന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനുള്ള ഇതെല്ലാം അപേക്ഷ എല്ലാം കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾക്ക് മശാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു 5 സെന്റായാലും 10 സെന്റായാലും അതിനുള്ള സ്ഥലം കണ്ടെത്തി ഞങ്ങൾക്ക് ഈ മശാനുള്ള മരിച്ചരിൽ അടക്കാനുള്ള അതൊക്കെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും എല്ലാവരും അവരെ വോട്ടിന് മാത്രം, അവരെ ഇലക്ഷനെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാത്രമേ എല്ലാവരും രാഷ്ട്രീയക്കാരും അന്നേരം വരുള്ളൂ. പിന്നെ നമ്മൾ തിരിഞ്ഞൊന്നും ആരും നോക്കത്തില്ല. പിന്നെ നമ്മൾ വേണ്ട, എല്ലാവർക്കും പിന്നെ നമ്മുടെ ഒരു വോട്ട് മതി, അതിനുവേണ്ടി എല്ലാവരും വരും. അന്നേരമുള്ള വരവ് മാത്രം. പിന്നീട് അവർക്ക് ഞങ്ങളിവിടെ മരിച്ചോ ഇവിടെ ഉണ്ടോ എന്ന് പോലും വരെ അന്വേഷിക്കാൻ ആരും വരത്തില്ല. ഇപ്പം ചേട്ടാ ഇതിപ്പം നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് എത്ര നാളായി ശരിക്കും? ശരി, ഇപ്പം ഞങ്ങള് പിന്നെ മന്ത്രി പിന്നെ
കലക്ടറിനൊക്കെ പിന്നെ പരാതിയൊക്കെ കൊടുത്തു. അത് വർഷങ്ങളായി കലക്ടറിനെയൊക്കെ കൊടുത്ത്. പിന്നെ എല്ലാവരും ഈ മാധ്യമങ്ങളും പിന്നെ പത്രക്കാരും എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്ന് ഓരോ എടുത്തിട്ട് പോകും, എടുത്തിട്ടൊക്കെ പോകുന്നുണ്ട് ഇതുപോലെ. അതിനുശേഷവും ഈ കലക്ടർക്കൊക്കെ പരാതി കൊടുത്ത ശേഷവും ഒരുപാട് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. അത് സംസാരിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ രോഗങ്ങൾ ഉൾപ്പെടെ പഠനാനുള്ള സാഹചര്യം ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? അതെങ്ങനെയാണ് ശരിക്കും നിങ്ങൾ മറ്റേ ഒരു ഓവർകം ചെയ്യുന്നത്? എങ്ങനെയാണ് ബോഡി ഈ അടക്കം ചെയ്ത ശേഷമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ഥലമൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇപ്പൊ ഇവിടെ ചേട്ടൻ പറഞ്ഞ ഏതാണ്ട് 100ഓളം ബോഡികൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ അതിന്റെ ഇടയ്ക്ക് വേണമല്ലോ പുതുതായിട്ട് മരിക്കുന്ന ഒരാളെ അടക്കാൻ വേണ്ടി. അതെങ്ങനെയാ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്? അത് പിന്നെ മൂപ്പന്മാര് വന്നിട്ട് അതെല്ലാം നോക്കും. അവര് പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ ഒരു ആചാരങ്ങളുണ്ടല്ലോ നമ്മുടെ സമുദായത്തില്. അവര് വന്ന് നോക്കിട്ട് മാത്രമേ സ്ഥലം നോക്കുള്ളൂ. ഓരോ മൃതദേഹത്തിനും അടയാളം വെച്ചിട്ടുണ്ട്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ബാക്കിയുള്ള ഈ ബോഡിയിൽ നിന്നുള്ള ദ്രാവകങ്ങളും കിണർ വെള്ളത്തിൽ വരാനുള്ള സാഹചര്യമൊക്കെ ഇല്ലേ? അതൊക്കെ ഉണ്ട്. മഴക്കാലം ആകുമ്പോൾ ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറയാമോ? മഴക്കാലം ആകുമ്പോ പിന്നെ ഇവിടുന്ന് ഇത്രയല്ലേ ഉള്ളൂ ആകെ, അതുകൊണ്ട് കിണറ്റിലോട്ട് അതെല്ലാം പോകും. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കിണറ്റിൽ കാണുന്നത്? പിന്നെ ഈ മഞ്ഞ നിറത്തിലുള്ള ഇതൊക്കെ കാണാം. പിന്നെ ഈ കരിമ്പനടിച്ച ഇതിലേക്ക് കാണപ്പെടുന്നുണ്ട്. മറ്റേ നെയ്യും ബാക്കിയുള്ള ശരീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെ, കിണർ ഇത് തന്നെയാണ്. ഇതിന്റെ ചുറ്റുവട്ടം പിന്നെ മരിച്ച അടക്കം ചെയ്തിട്ടുണ്ട്. വീടിന്റെ സൈഡ്, ഇതിന്റെ അങ്കമ്പാടിയുടെ സൈഡിനൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഈ കിണറിൽ നിന്ന് ഏതാണ്ട് 1 മീറ്ററോളം പോലും ഇല്ലാതെ അല്ലെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മറ്റേ മാലിന്യവും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം, അല്ലേ? അപ്പൊ ഈ ഒരു കുടിവെള്ളമാണോ ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് ഞങ്ങൾക്കിപ്പം പൈപ്പ് ഇല്ലാത്തപ്പോഴും ഞങ്ങള് പൈപ്പ് ഇപ്പോഴാണ് വന്നത് ഞങ്ങൾക്ക്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. പാകം ചെയ്യാനും അതെ, പാകം ചെയ്യാനൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. ചായ വെക്കാനും ഭക്ഷണമെല്ലാം വെക്കാൻ വേണ്ടി ഇത് തന്നെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്ന വഴി പലവിധത്തിലുള്ള രോഗങ്ങളും നിങ്ങൾക്ക്. അതെ, മഞ്ഞപ്പിത്തം ഇതൊക്കെ വന്നിട്ടുണ്ട്. മഞ്ഞപ്പിത്തം, വൈറസ്, കൊളറ, അങ്ങനെ. ഈ പാട പോലെ കിടക്കുന്ന ശരിക്കും ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെയാണ്, അല്ലേ? അതെ. ശരിക്കും അവരുടെ ശരീരത്തിന്റെ പലവിധത്തിലുള്ള ദ്രവങ്ങളൊക്കെയാണ്, അല്ലേ? അതെ. ഈ കിണർ ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത് കുറച്ചായി ക്ലീൻ ചെയ്തിട്ട്. മഴന്റെ മുമ്പായിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതാണ് ഇത്. അത് നിങ്ങൾ തന്നെയാണോ ക്ലീൻ ചെയ്യുന്നത്? ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്യും. നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യും? നിന്നൊന്നും അതിനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടൂല. നമ്മൾ സ്വന്തമായി പൈസ എടുത്ത് നമ്മൾ തന്നെ മോട്ടറൊക്കെ വാങ്ങി നമ്മൾ തന്നെ സ്വന്തം ചെയ്യാലോ. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് അംഗൻവാടി ടീച്ചറാണ്. ടീച്ചറെ, ഇവിടെ എന്താണ് ശരിക്കും ഒരു സംഭവം? എന്താണ് കുട്ടികളെ വിടുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതെ, വിടുന്നില്ല ആരും. ഇവിടെ ശവങ്ങൾ അങ്ങനെ അടുത്തടുത്ത് വീടുകളിലെല്ലാം ശവങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുന്നത് കൊണ്ട് കുട്ടികളെ ആരും ഇങ്ങോട്ട് വിടാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ കോളനി കുട്ടികളും ആരും ഇല്ല വരാൻ. പുറത്തുനിന്ന് വരുന്ന കുട്ടികളെല്ലാം, ഇങ്ങോട്ട് വരേണ്ട കുട്ടികളെല്ലാം മറ്റുള്ള അംഗൻവാടിയിലേക്ക് പോവുകയാണ്. ശരിക്കും എത്ര കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ? ഇവിടെ നേരത്തെ കുറെ കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം ഇവിടെയുള്ള കുട്ടികൾ ഫാമിലേക്ക് പോയതിനു ശേഷമാണ് ഇവിടെ കുട്ടികൾ ഇല്ലാതെയായത്. ഇപ്പൊ ഇവിടെ ആർക്കും കുട്ടികളില്ല. നിലവില് 6 വയസ്സ് വരെയുള്ള കുട്ടികളില്ല ഇവിടെ. ഞങ്ങളിപ്പം ഇവർക്ക് പുറത്ത് വേറെ സ്ഥലമില്ലല്ലോ. ശ്മശാനം വേണമെന്ന് പറഞ്ഞ് ഇവർ കുറേ പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് ശ്മശാനമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഇവരുടെ വീടിന്റെ പുറകിൽ തന്നെയാണ് ഇവർ ശവം മരിക്കുന്നവരെല്ലാം അടക്കുന്നത്. വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പോ ഈ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് കുട്ടികളെ പറഞ്ഞു വിടാൻ. പുറത്തുനിന്ന് വിടാനുള്ള പേടിയുണ്ട് എല്ലാവർക്കും. ശരിക്കും ഈ അംഗൻവാടി ഒരു പ്രത്യക്ഷത്തിൽ അംഗൻവാടി എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ, കുട്ടികളില്ല. നമുക്ക് കുട്ടികളില്ല, 2 കുട്ടികളാണ് ഇപ്പം നിലവിലൂടെ ഉള്ളൂ. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ഷൈനി. ഇവിടെ ഇപ്പം അംഗൻവാടിയിൽ അംഗൻവാടി ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാണ്. ചേച്ചി, എന്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ? ഇവിടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് പിള്ളേരില്ലാത്തതിന് പേര് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. തന്നെയല്ല, മാനസികമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളും ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് 19 വർഷമായി. ഈ 19 വർഷം നാളെയൊക്കെ ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു. കോളനിയിലും പിള്ളേരുണ്ടായിരുന്നു, പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ വിടുമായിരുന്നു. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ അമ്മമാരായപ്പോഴാണ് പിള്ളേർ കോളനി അവർക്കൊരു ബോധം വന്നു. കോളനിയിലായതുകൊണ്ട് പിന്നെ അവർ ഞങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ എല്ലാം മരിച്ചു കിടക്കുന്ന ശവങ്ങളെല്ലാം അത് ചവിട്ടി വേണ്ട, ഞങ്ങൾക്ക് നടക്കാനായിട്ട് ഞങ്ങൾക്ക് പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് വന്ന് പറയും. അത്യന്തം ഹൃദയഭേദകമായ ഒരു ദൃശ്യത്തിന് ഫ്രണ്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരാളെ അടക്കിയ
അദ്ദേഹത്തിന്റെ ശവകുടീരമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വീടും നിങ്ങൾക്ക് കാണാം, ഈ വീടിന്റെ അടുക്കളയും ഇത് തമ്മിൽ ഇത്രയാണ് ദൂരമുള്ളത്. തൊട്ടപ്പുറത്ത് അടുക്കളയിൽ വരെ മൃതശരീരം അടക്കിയ ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, ഇങ്ങനെ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ മൃതശരീരം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിപാവനമായ സ്ഥലത്തല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കില്ലേ ശരിക്കും പറഞ്ഞാൽ? വിഷമങ്ങളുണ്ട്, വിഷമങ്ങൾ ഇല്ലാതിരിക്കും. ഞങ്ങൾക്കിപ്പം അടക്കാൻ വേറൊരു സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, സ്ഥലവും ഇല്ല അടക്കാൻ. അന്നേരം നമുക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പരിമിതമായ നമുക്ക് ഒരാൾ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ദീർഘനാൾ വെച്ചോണ്ടിരിക്കാൻ. എവിടെയെങ്കിലും അടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വാസുവേട്ട, ശരിക്കും ചെറുപ്പത്തിലെ വാസുവേട്ടനെ ശരിക്കും പറഞ്ഞാൽ മൃതദേഹങ്ങൾ ഇവിടെ വീടിന് തൊട്ട് സംസ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയവും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ചെറുപ്പത്തിൽ? അതെ 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 അതെ. അതെങ്ങനെയായിരുന്നു ആ സംഭവങ്ങളൊക്കെ? സംഭവം പറഞ്ഞാൽ ഇവിടെ ഈ മരിച്ചവരെ അടക്കിയവരെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ രാത്രിയായാലും പകലായാലും നടക്കേണ്ടതൊക്കെ. നമുക്കിപ്പോൾ പിന്നെ കുട്ടികൾക്ക് കളിക്കണം തന്നെ ഉണ്ടായാലും മരിച്ചവരെ ഇടയ്ക്ക് പോയി അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുട്ടികൾക്ക് ആ ഒരു പേടിയും കാര്യങ്ങളും ഉണ്ട്. അതെ അതെ. അപ്പൊ ഒരുപക്ഷെ പേടിയേക്കാൾ ഉപരി കുട്ടികൾ ഉൾപ്പെടെ ഗുരുതരമായ രോഗങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെ 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 അതെ. മെയിനായിട്ട് മഴക്കാലമൊക്കെ ആകുമ്പോൾ മഞ്ഞപ്പിത്തം, വൈറസ് രോഗം, പിന്നെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പനിയൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതെ അതെ. ഈ മരിച്ചവരാണ് മെയിനായിട്ട് കാരണം. അടക്കിയ സ്ഥലത്ത് നിന്ന് അതാണ് കുഴപ്പം. കുട്ടികളിപ്പം കളിക്കണേലും വേറൊരു സ്ഥലം കുട്ടികൾക്കില്ല. അതെ അതെ. സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരെ പിന്നെ അടക്കിയ അടുത്ത് തന്നെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുക. പിന്നെ വിഷമങ്ങളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറെ എവിടെ ഞങ്ങൾക്ക് അതിനുള്ള ഇതില്ലല്ലോ. അടുക്കളയുടെ അടുത്ത് തന്നെ ഭക്ഷണം വെച്ച് കഴിക്കലും അടക്കിയ സൈഡിൽ തന്നെ ഭക്ഷണം വെച്ച് കഴിക്കലൊക്കെയാണ്. ഈ മുറ്റം നിങ്ങൾക്ക് ഇല്ല ശരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ മുറ്റമില്ല. മുറ്റത്തൊക്കെയാണ് ഈ അടക്കിയത്. ഇവിടെ ഒരു പിന്നെ നമുക്കൊരു വീട് വെക്കണ്ടി തന്നെ, ഇപ്പൊ സർക്കാർ ഇപ്പം തന്നാൽ തന്നെ ഒരു വീട് വെക്കാൻ തന്നെ അവിടെ പുതുതായിട്ടൊരു വീട് വെക്കാൻ തന്നെ സ്ഥലമില്ല. അവിടെയാണ് അടക്കിയത്. ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ല താഴെ, അവിടെ നമുക്കൊരു വീട് വെക്കണേ തന്നെ അവിടെയൊക്കെ മൊത്തം പണ്ട് എൻ്റെ ചെറുപ്പം മുതലും പിന്നെ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പും ജനിച്ച ശേഷം അത് അടക്കിയ സ്ഥലം ഞാനിപ്പം താഴ്ന്നു പറഞ്ഞു. ശരിക്കും വാസുവേട്ട, ഉന്നതി എന്നാണ് ശരിക്കും ഈ പുതിയൊരു പ്രയോഗം അല്ലേ? പക്ഷെ ഉന്നതി ഉണ്ടോ? ഉന്നതി ഇല്ല. പൊതുവെ ഇങ്ങനെ പറയുന്നു, എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ഉന്നതി എന്ന് പേര് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇതില്ല. ശരിക്കും പറഞ്ഞത് കോളനി തന്നെയാണ്. ഉന്നതി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉന്നതി എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ നടക്കണല്ലോ. ഇത് ആവശ്യങ്ങളൊന്നും നടക്കാതെ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് ഡിഗ്രി ഒക്കെ പാസ്സായ ശേഷവും ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. അതിനെപ്പറ്റി എന്താണ് വാസുവേട്ട പറയാനുള്ളത്? ജോലി SLC പഠിച്ചവരുണ്ട്, ഡിഗ്രി പഠിച്ചവരുണ്ട്, +2 പഠിച്ചവരൊക്കെ ഉണ്ട്. ഇങ്ങനെ പഠിത്തം കഴിഞ്ഞവരൊക്കെ ഉണ്ട് ഇവിടെ. ഡിഗ്രി പഠിച്ചവര് ഇതുവരെ ആയിട്ടും ജോലി സാധ്യത ഒന്നും കിട്ടിയിട്ടില്ല. PSC കോഴ്സിന് പോയവരൊക്കെ ഉണ്ട്. ഇതുവരെ ആയിരിക്കും PSC പരീക്ഷ എഴുതുന്നവരുണ്ട്. ഇതുവരെ ജോലി സാധ്യത ഒന്നും വന്നിട്ടില്ല ആർക്കും. വാസുവേട്ട തന്നെ? ഞാൻ SLC വരെ പഠിച്ചു. SLC വരെ പഠിച്ചു. പാസ്സാണ്? പാസ്. എന്നിട്ടും ഇല്ലില്ല, ജോലിയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചവരാണ്. ഇവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ ആവശ്യത്തിന് മുന്നിൽ നമ്മൾ മരിച്ചവരാണ് ശരിക്കും. കാരണം ഇവരുടെ ഒരു ആവശ്യം പോലും നടത്തി കൊടുക്കാൻ വേണ്ടി പൊതുസമൂഹത്തിനോ സർക്കാരിനോ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ പ്രവർത്തിക്കാത്ത നമ്മളൊക്കെ തന്നെയല്ലേ മരിച്ചവർ. തീർച്ചയായിട്ടും ഇവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഇവർക്കുള്ളത്. കേരള സ്റ്റോറീസിന് വേണ്ടി ഷിൻസ് ജോസഫ്.